Objectives of plant maintenance. The objective of plant maintenance is to achieve minimum breakdown and to keep the plant in good working conditions at the lowest possible cost. Machines and other facilities should be kept in such a condition which permits them to be used at their optimum profit making capacity without any interruption or hindrance. Maintenance division of the factory ensures the availability of machines, buildings and services required by the other sections of the factory for the performance of their functions at minimum return on investment, whether it is the investment in the material, machinery or personnel. So what is plant maintenance? Maintenance എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ സർവീസ് ചെയ്ത് ഏതൊരു മെഷീൻസും അല്ലെങ്കിൽ മെഷീനറിയും നമ്മൾ കറക്റ്റ് ടൈമിന് സർവീസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവിടെ ഉള്ള മെഷീനറിക്കെല്ലാം പ്രോപ്പറായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്ത് മെഷീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാത്ത രീതിയിൽ കറക്റ്റായിട്ട് പാർട്സ് റീപ്ലേസ് ചെയ്ത് നമ്മൾ എപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, പ്ലാൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ പാടില്ല. ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി കിടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് നഷ്ടമാണ് സംഭവിക്കുന്നത്? അത് പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യും, ഓവറോൾ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. പ്രോപ്പറായിട്ട് മെഷീൻ യൂസ് ചെയ്തെന്ന് വരത്തില്ല. സപ്പോസ് ഒരു മെഷീനായിരിക്കും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്, പക്ഷേ ആ മെഷീനിങ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും മറ്റൊരു മെഷീനിലേക്ക് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ രണ്ട് മെഷീനും അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ ഉണ്ടായിരുന്ന വർക്ക് ഫോഴ്സിനെ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യും? ഉണ്ടാവും, ഈ പറഞ്ഞ മെഷീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ. സോ അങ്ങനെ ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ പ്ലാന്റിനെ നല്ല രീതിയിൽ സർവീസ് ചെയ്ത് മെഷീൻസിനെ എല്ലാം നല്ല രീതിയിൽ സർവീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ പ്ലാൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാൻ മെയിൻ്റനൻസ് ഈസ് maintenance varies with its types of machines that is used in the industry and the production. Equipment breakdown leads to inevitable loss of production. If a piece of equipment goes out of order in a flow production factory, the whole line will come soon to a halt. Other production lines may also stop unless the initial fault is cleared. This results in an immediate loss of productivity and diminution of several thousand rupees per hour or of output. An improperly maintained or neglected plant will sooner or later require expensive and frequent repairs, because with this passage of the time all machines or other facilities, that is building etc., wear out and need to be maintained to the function properly. So what is the importance of plant maintenance? നമ്മൾ കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മെഷീൻസിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. മെഷീൻസ് എക്യുപ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അവിടെ കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ ഫ്ലോ അവിടെ ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഫ്ലോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ അത് പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഏറ്റവും ലാസ്റ്റ് പ്രോഫിറ്റിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. എത്രയും വർക്ക് ഫോഴ്സ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഡെയിലി നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, പ്ലാൻ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടു പോകേണ്ടത് ഒരു അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് വരുന്നു. Plant maintenance plays a prominent role in production management because plant breakdown creates problems such as loss in production time, rescheduling of production, material spoilage, failure to recover overheads, need for overtime, need to subcontracting work, temporary work shortage or workers require the alternative work. So these are the, because of the breakdown, these are the problems that will be happening inside the industry. The first one is loss in production time. പ്രൊഡക്ഷൻ ടൈം നമുക്ക് നഷ്ടപ്പെടുന്നു.
പ്രൊഡക്ടിവിറ്റി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള വർക്കേഴ്സിന് നമുക്ക് ഓവർലോഡ് ചെയ്യേണ്ടി വരുന്നു, ഓവർലോഡ് വർക്ക് ടൈം കൂട്ടി കൊടുക്കേണ്ടി വരുന്നു. ഈ ഫെയിലിയർ ആയിട്ടുള്ള ടൈം അവരുടെ അടുത്ത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം അവിടെ ഉണ്ടാവുകയാണ് ഒരു പ്ലാൻ മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ. And the types of plant maintenance are: first one, corrective or breakdown maintenance; second one, scheduled maintenance; third one is preventive maintenance; and the last one, that is predictive maintenance. Go to the first one, that is corrective maintenance, corrective or breakdown maintenance. നിങ്ങളുടെ സിലബസിൽ രണ്ടെണ്ണമാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് 4 ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. First one, we are going into the corrective maintenance or the breakdown maintenance. That is, corrective or breakdown maintenance implies that repairs are made after the equipment is out of order and it cannot perform its normal function any longer. That is, for the example will be like the electric motor will not be starting, a belt is broken, something like that will be considered as the typical example of the breakdown of a machinery in an industry. So under such conditions, production department calls on the maintenance department to rectify the defect. The maintenance department checks into the difficulty and makes the necessary repairs after removing the faulty one. Maintenance engineers do not attend the equipment again until another failure or breakdown is occurring in that machine. This type of maintenance may be quite justified in a small factories that are indifferent to the benefits of scheduling, do not feel a financial justification for scheduling techniques, get seldom, demand in excess or normal operating capacity. Breakdown maintenance practice is economical for those non-critical equipment whose downtime and repair costs are less this way with any other type of maintenance. Breakdown type of maintenance involves little administrative work and few records of a comparative small staff. So going into the breakdown maintenance. Breakdown maintenance എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേക്ക് ഡൗൺ ആയതിന് ശേഷം മെയിൻ്റനൻസ് ചെയ്യുക. അതായത് ഒരു ബെൽറ്റ് പൊട്ടിപ്പോയി, ഒരു ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോഴത്തേക്കും ആ ബെൽറ്റ് റീപ്ലേസ് ചെയ്താൽ മതി. സോ അത് ഈ പറഞ്ഞ രീതിയിൽ എന്തുവാണ് അവർ നോക്കുന്നത് എന്ന് എത്ര കാലം ഓടാൻ പറ്റുമോ അത്രയും കാലം ഓടട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവിടെ കാണിക്കും. അതുവഴി അത് ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം അത് നമുക്ക് മാറ്റിയിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും ഈ പറഞ്ഞ മെയിൻ്റനൻസ് ടീം എത്തുന്നത്. സോ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ടീം നേരെ മെയിൻ്റനൻസ് ടീമിനെ വിളിക്കുന്നു. അവർ വരുന്നു, ചെക്ക് ചെയ്യുന്നു, എന്താണ് മാറിയിടേണ്ടത്, പൊട്ടിപ്പോയത് എന്താണ്, എന്ത് കാരണമാണ് അവിടെ പ്രോബ്ലം ഉണ്ടായെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനെ അവിടെ റീപ്ലേസ് ചെയ്യുന്നു. ആ ടൈപ്പിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് മേ ബി ക്വൈറ്റ് ജസ്റ്റിഫൈഡ് ഇൻ ദ സ്മോൾ ഫാക്ടറീസ്. സ്മോൾ ഫാക്ടറീസിൽ സ്മോൾ മെഷീൻസിലൊക്കെയാണ് നമുക്കിത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. കാര്യം ഡൗൺ ടൈം ഉണ്ടായാലും അത് പ്രോബ്ലം അല്ല എന്നുള്ളൊരു രീതിയിൽ വരുന്ന രീതിക്കാണ് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നത്, ഈ പറഞ്ഞ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഹെവി ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ നടക്കുന്ന ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും ഒരു മെഷീനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് നടത്താനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് അവിടെ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ ഒരു മെഷീൻ മാത്രമല്ല അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കിയുള്ള മെഷീൻസിൻ്റെ വർക്കിങ്ങിനെ എല്ലാത്തിനെയും അത് ബാധിക്കും. അതുവഴി അവിടെ കുറേ നേരത്തേക്കുള്ളൊരു പ്രൊഡക്ഷൻ നടക്കാതെ വരുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് നടത്താനായിട്ട് പറ്റത്തില്ല. പിന്നെ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് മെയിനായിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മോൾ സ്കെയിലായിട്ടുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടത്തുന്നത്. കാര്യം അവിടെ ഈ പ്രൊഡക്ഷനെ ഒരു കുറച്ച് നേരം ബ്രേക്ക് ആയാലും അത് പ്രോബ്ലം ഇല്ല എന്നുള്ളൊരു സാഹചര്യം ഉള്ള ഒരു ഇൻഡസ്ട്രീസിലെ ഇത് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. And the typical causes of equipment breakdown are failure to replace the worn out parts, lack of lubrication, neglected cooling system, indifference towards the minor fault, external factors such as too low or too high line voltage, wrong fuel, something like that,
and indifference towards equipment vibrations, unusual sounds coming out of the rotating machinery, equipment getting too much heated up. These are the examples or the typical causes which is causing the equipment breakdown in an industry. അതായത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് നടത്തുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ് ബ്രേക്ക് ഡൗണിലേക്ക് എത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. And the disadvantages of breakdown maintenance are breakdowns generally occur in an inappropriate time, and this leads to poor hurried maintenance and excessive delays in the production, reduction of output, faster plant deterioration, increased chances of accidents and less safety to both workers and machines, more spoiled of material, direct loss of profit. Breakdown maintenance practice cannot be employed for those plant items which are regulated by statutory provisions, for example crane, lift, hoist and pressure vessels. So breakdown maintenance ന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാം, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈം എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്നത് വഴി നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ മെയിൻ്റനൻസ് നടത്തി മെഷീൻ വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് ആയിരിക്കത്തില്ല അവിടെ കൊടുക്കുന്നത്. ഡിലേ ഉണ്ടാവുന്നു, പ്രൊഡക്ഷന് ഡിലേ ഉണ്ടാവുന്നു, മെഷീൻസ് കേടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ പറഞ്ഞ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് നടത്തുന്നത് വഴി ഉണ്ടാകുന്നത്. And the scheduled maintenance. Scheduled maintenance is a stitch-in-time procedure aimed at avoiding breakdowns. Breakdowns can be dangerous to life as far as possible, so it should be minimized. Scheduled maintenance practice incorporates inspection, lubrication, repair and overhaul of certain equipment which, if neglected, can result in breakdown. Inspection, lubrication, servicing, etc. of these equipment are included in the predetermined schedule. Scheduled maintenance practice is generally followed for overhauling of machines, cleaning of water and other tanks, whitewashing of building, etc. So scheduled maintenance എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ച് ഇൻ ടൈം പ്രൊസീജിയറാണ്. അത് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക് ഡൗൺ, മെഷീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അതായത് ഓരോ ടൈം പീരീഡ് കഴിയുമ്പോഴും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി അതിൻ്റെ ലൂബ്രിക്കേഷൻ, അതിന് വേണ്ട പാർട്സ്, വെയർ ഔട്ട് ആയിട്ടുള്ള പാർട്സ് എല്ലാം മനസ്സിലാക്കി അത് റീപ്ലേസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള സർവീസ് നമ്മൾ കറക്റ്റ് ഇൻ്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. സോ താങ്ക് യു ഓൾ. ആൻഡ് ഇനിയും 2 ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ഉണ്ട്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസും. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ.